അവിടെയുള്ള നോയ്സ് ഒക്കെ ഒന്ന് അവരോടൊന്ന് പറഞ്ഞേക്കണേ, ഒന്ന് കുറച്ചേക്കാനേ. Yeah, yeah. Looking for a pre-owned or new car? Look no further. Come to Toyota City of Mamaroneck or Nissan City of Port Chester and meet Genuine Thomas. Call Genuine to get the best deal for any pre-owned or new Toyota or Nissan car. Transparency, efficiency, and respect. Toyota City of Mamaroneck or Nissan City of Port Chester. Telephone number 1-845-461-5832. പ്രവാസി ചാനലിൻ്റെ അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. ഞാൻ ബാബു പാറക്കൽ. ഇന്ന് ഇവിടെ ചർച്ചയാകുന്നത് ലോകം ഉറ്റുനോക്കുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തെ പറ്റിയാണ്. ഇത് നമ്മെ എങ്ങനെ ബാധിക്കും, എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ കൺസേൺ ആയിരിക്കണം, കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതായിരിക്കും മുഖ്യമായും ചർച്ച ചെയ്യുക. ഈ വിഷയം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ലോകം ഇന്നൊരു വലിയ യുദ്ധഭീഷണിയിലാണ്. മൂന്നാം ലോകമായ യുദ്ധം ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. എന്തുകൊണ്ട് റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു, ആക്രമിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അത് തടയണമെന്ന് അമേരിക്ക വാശി പിടിക്കുന്നു, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. റഷ്യയെപ്പറ്റി പറയുമ്പോൾ റഷ്യയുടെ ഭൂമിശാസ്ത്രം നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കണം. കാരണം റഷ്യ ഒരു വലിയ രാജ്യമാണ്. അത് ഏഷ്യയിലും യൂറോപ്പിലുമായിട്ടാണ് പരന്നു കിടക്കുന്നത്. യുക്രൈൻ പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കിൽ ഒരു സ്റ്റേറ്റ് പോലെ പ്രവർത്തിച്ച സ്ഥലമാണ്. അത് സ്വതന്ത്രമായി പോയി കഴിഞ്ഞതിന് ശേഷം സ്വതന്ത്ര രാജ്യമായി ബോർഡറിലുള്ള മറ്റ് 16-17 റിപ്പബ്ലിക്കുകളെല്ലാം സ്വതന്ത്രമായ കൂട്ടത്തിലായതാണ്. എന്നാൽ ഈ യുക്രൈനുള്ള ഒരു പ്രത്യേകത മറ്റുള്ള പ്രവിശ്യകളെക്കാട്ടി കൂടുതൽ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ആണവ ശേഖരം ഒട്ടുമുക്കാലും ഇരിക്കുന്നത് യുക്രൈനിലാണ്. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റേതാണെങ്കിലും ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ നിലവിലില്ലാത്തത് കൊണ്ട് അത് യുക്രൈനിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. അതൊന്ന്. ഇത് റഷ്യയുടെ ബോർഡറാണ്. എന്നാൽ യുക്രൈന് അതിൻ്റെ ബോർഡർ ബ്ലാക്ക് സീ ഒരു വശത്ത്, അവിടെ തന്നെ ക്രിമിയ ഉണ്ട്. ഇന്നിപ്പോൾ ക്രിമിയ റഷ്യയുടെ കൺട്രോളിലാണ്. ഇപ്പുറത്ത് ബെലാറസ് ഉണ്ട്, അതും റഷ്യയുടെ അനുഭാവമുള്ള രാജ്യം തന്നെയാണ്. അതുകൊണ്ട് സൈനിക നീക്കം റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ഇതിൻ്റെ മുഖ്യമായ വിഷയം എന്തുകൊണ്ടാണ് റഷ്യ ഇപ്പോൾ പെട്ടെന്ന് പ്രകോപിതമായത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നേറ്റോ പടർന്ന് പന്തലിച്ച് അവിടെ വരെയായി. സോവിയറ്റ് യൂണിയൻ എല്ലാം ശിഥിലമായി, രാജ്യങ്ങൾ സെപ്പറേറ്റ് ആയപ്പോൾ ജർമ്മനി, ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ഒക്കെ ഒന്നായി കഴിഞ്ഞപ്പോൾ അന്നത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു, നേറ്റോ മുന്നോട്ട് പോയില്ല എന്നുള്ളത്. അപ്പം ഈ നേറ്റോ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ, നേറ്റോയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിന് സൈനികമായ സഹായം ആവശ്യമായി വന്നാൽ അമേരിക്ക ഉൾപ്പെടെ ഈ സഖ്യകക്ഷികളെല്ലാം കൂടി സഹായം നൽകും എന്നുള്ളതാണ് അതിൻ്റെ ധാരണ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ
യുക്രൈൻ നേറ്റോയിൽ അംഗമായി കഴിഞ്ഞാൽ, റഷ്യ യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഈ പറയുന്ന അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളെല്ലാം കൂടി റഷ്യക്കെതിരായി ആക്രമിക്കാൻ ഒരുങ്ങേണ്ടി വരും. അത് ഒരു വലിയ മൂന്നാം ലോകമായ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതുകൊണ്ടാണ് റഷ്യ പറയുന്നത് നേറ്റോയിൽ അംഗത്വം ഒരു കാരണവശാലും യുക്രൈനിന് കൊടുക്കാൻ പറ്റില്ല എന്ന്. കാരണം അവരുടെ പടിവാതിക്കൽ ഇരിക്കുന്ന യുക്രൈനിൽ അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ പരിണിതഫലം എന്തായിരിക്കും എന്നുള്ളതാണ് അവരെ ഭീതിപ്പെടുത്തുന്നത്. നമ്മൾ അല്പം പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ക്യൂബൻ മിസൈൽ ക്രൈസിസ് കെന്നഡിയുടെ കാലത്തുണ്ടായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കാര്യത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്വാർത്ഥരാകുകയാണോ, അതോ ഇത് റഷ്യ അന്യായമാണോ കാണിക്കുന്നത്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെ ആയിരിക്കാം, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെ ആയിരിക്കാം, നമ്മളെ അതെങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതിനെ പറ്റി ഈ ചർച്ചയിൽ നമ്മോടൊപ്പം രണ്ടുപേര് കൂടി സംബന്ധിക്കുന്നുണ്ട്, ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതായത് ജോർജ് എബ്രഹാം ആൻഡ് എബ്രഹാം ജോസഫ്. ജോർജ് ജോസഫിൻ്റെ എന്തോ ടെക്നിക്കാലിറ്റി കാരണം എത്താൻ പറ്റിയിട്ടില്ല. ഏത് സമയം അദ്ദേഹം ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മിസ്റ്റർ ജോർജ് എബ്രഹാം, ഇതിനെപ്പറ്റി താങ്കൾ എന്താണ് പറയുന്നത്? റഷ്യയുടെ ഈ അധിനിവേശം അനാവശ്യമാണോ, അതോ റഷ്യയുടെ അഹങ്കാരം കൊണ്ടുള്ളതാണോ? അതിനെതിരായി അമേരിക്ക വാപൊളിക്കുന്നത് ന്യായമായ കാര്യമാണോ, അതോ അമേരിക്ക ലോക പോലീസ് ചമയുകയാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? Thank you, George Joseph, for arranging today's discussion on Ukrainian crisis. ബാബു അതിൻ്റെ ഒരു ചെറിയ സംക്ഷിപ്ത രൂപം ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ അവസരത്തിൽ റഷ്യ ഉക്രൈനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ നമ്മൾ പുറമോട്ട് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബാബു ഇവിടെ മുമ്പേ മെൻഷൻ ചെയ്ത പോലെ തന്നെ കോൾഡ് വാർ കഴിഞ്ഞു, സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്തു, അതിനുശേഷം വേരിയസ് റിപ്പബ്ലിക്സ് ഉണ്ടായി. അന്ന് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് റഷ്യയുമായിട്ടും നേറ്റോ കൺട്രീസുമായിട്ടും ഉണ്ടായിരുന്നു. നേറ്റോ ഫർദർ എക്സ്പാൻഡ് ചെയ്യുകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് പല തെളിവുകളുണ്ട്. ആ സമയത്ത് മിഖായിൽ ഗോർബച്ചേവ് ആയിരുന്നല്ലോ റഷ്യ നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്ലാസ്നോസ്റ്റ് ഓപ്പൺനെസ് എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു ലിബറലൈസേഷനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ സമയത്ത് ജർമ്മൻ യൂണിഫിക്കേഷൻ, അതായത് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും കൂടെ യൂണിഫൈ ചെയ്യാൻ അനുവദിക്കുമെങ്കിൽ ഒരിക്കലും നേറ്റോ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ധാരണ. അതിനുശേഷം മറ്റ് ലീഡേഴ്സ് പോലും അത് പുട്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു ആർഗ്യുമെൻ്റ് അത് തന്നെയാണ്. എന്നാൽ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് 14 പുതിയ രാജ്യങ്ങൾ, അന്ന് ബ്രേക്ക് അവേ ചെയ്ത റിപ്പബ്ലിക്സ് ഉൾപ്പെടെയുള്ളതും ഈസ്റ്റേൺ യൂറോപ്പിലുള്ള മറ്റ് കൺട്രീസും നേറ്റോയിലേക്ക് ചേർന്നായിട്ട് കാണുവാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ട്രൂപ്സോ അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റമോ റഷ്യൻ അതിർത്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ത്രെറ്റാണോ പുട്ടിനെ ഈ അവസരത്തിൽ പ്രേരിപ്പിച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാരണമാകാം. എന്നാൽ കഴിഞ്ഞ ദിവസം പുട്ടിൻ്റെ പ്രസംഗത്തിൽ അതല്ല റിഫ്ലക്റ്റ് ചെയ്തത്. പുട്ടിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, അതായത് ആ ലോങ് ടൈം ഗ്രീവൻസസ്, സോവിയറ്റ് യൂണിയൻ്റെ ബ്രേക്കപ്പ് ഒരു ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു എന്ന് പുട്ടിൻ പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അന്നേരം അദ്ദേഹം ആ ഒരു ലാർജർ, അതായത് ആ പഴയ ഓൾഡ് ഗ്ലോറി, ഒരു ലാർജർ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു ക്രൈസിസിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ക്രൈസിസിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷൻ അല്ല. കാര്യം ഇവിടെ ഇപ്പം അമേരിക്കൻ മീഡിയ നോക്കിയാലോ, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അമേരിക്കൻ പൊളിറ്റീഷ്യൻസ്, ഇവരെല്ലാം ദേ ഓൾ ടോക്ക് ഇൻ ദ സെയിം ടൂൺ. റഷ്യ ഈസ് ദ എനിമി, Putin is really the worst guy in the world, so we really have to go either impose economic sanctions, we have to resist ചെയ്യണം. ആ ഒരു
ഒരു ഒരു സെയിം ഐഡൻറ്റിക്കൽ ആർഗ്യുമെൻ്റാണ് ഈ അമേരിക്കയിൽ നിന്ന് ഉയരുന്നത്. എന്നാൽ അത് അത്ര സിമ്പിളല്ല. കാര്യം ഏത് ഫോറിൻ പോളിസി ഇഷ്യൂസിനെ നമ്മൾ പരിശോധിച്ചാലും എസ്പെഷ്യലി ഈ സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ലൈക്ക് എ സ്ട്രാറ്റജിക് എംപതി. അതായത് മറ്റ് അഡ്വേഴ്സറിയുടെ എല്ലാ ആർഗ്യുമെൻസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അഡ്വേഴ്സറിയുടെ ആർഗ്യുമെൻറ്റ്സ് കുറച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു റീസണബിൾ സൊല്യൂഷൻ അത് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അതിവിടെ ഉണ്ടായിട്ടില്ല. അതായത് അമേരിക്കയിലെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷിനെ സംബന്ധിച്ചിടത്തോളം ദേ നീഡ് ആൻ എനിമി, ദേ നീഡ് എ വില്ലൻ. അത് ഐസനോവർ പറഞ്ഞുള്ള മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ ആ ക്യാരക്ടർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് പല കാരണങ്ങളുണ്ട്. അതായത് ഇത്രയും കാലത്ത് നമ്മൾ കണ്ട പല മിസ്അഡ്വഞ്ചേഴ്സ് ഈ ഒരു അവരുടെ ആ പ്രത്യേക സ്വഭാവത്തിൽ നിന്നുണ്ടായതാണെന്നുള്ള സംശയമൊന്നുമില്ല. ഇപ്പം കോൾഡ് വാർ കഴിഞ്ഞ ഉടനെ ഒരു വേൾഡ് മുഴുവൻ ലിബറൽ എക്കണോമിക് ഓർഡർ കൊണ്ടുവരണമെന്ന് പെട്ടെന്ന് അവരങ്ങ് തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇറാഖിലും മറ്റു രാജ്യങ്ങളിലും വാർ ഉണ്ടായതും എല്ലായിടത്തും ഡെമോക്രസി വരണമെന്ന്. അതായത് അൺറിയലിസ്റ്റിക് ഗോൾസ് ഒരു ഭാഗമാണ് ഈ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെന്റ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. പിന്നെ ചർച്ചയിൽ ഞാൻ ഇത്തിരി വൈകിപ്പോയെങ്കിലും എനിക്ക് ഇപ്പൊ കേൾക്കാൻ കഴിയുന്നു എന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഈ ചർച്ചയെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉടനെ ഒരു യുദ്ധം ഉണ്ടാകുമോ, ഒരു ഇമ്മിനന്റ് യുദ്ധം, അതിനെപ്പറ്റി ശ്രീ എബ്രഹാം ജോസഫ് എന്ത് പറയുന്നു? അത് ഈ റഷ്യയുടെ 2 പ്രവിശ്യകള്, പിന്നെ യുക്രൈന്റെ 2 പ്രവിശ്യകള് റഷ്യ പിടിച്ചെടുക്കുക മാത്രമല്ല അവരുടെ അധീനത്തിലുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അവിടെ 2 റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. ഇനി അതിനുശേഷം അവിടം കൊണ്ട് റഷ്യയുടെ താല്പര്യം തീരുമോ, അതോ അവർ കൂടുതൽ ഭാഗങ്ങളിലേക്ക് അവരുടെ സൈന്യത്തെ വിന്യസിക്കുകയും കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയും ചെയ്യുമോ? ഒരു ഇമ്മീഡിയറ്റ് യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതേപ്പറ്റി താങ്കൾ എന്ത് കരുതുന്നു? Well, I'm Abraham Joseph. I have been working with the UN for the past 30 years and I've retired. But still, I'm closely associated with the implementation, mobilization and implementation of the Agenda 2030 on Sustainable Development Goals. Here I must also mention that politics and economics are 2 sides of the coin, so I must say that the present crisis, it's a serious crisis. The Secretary General had to cut short his visit for a very important meeting in Addis Ababa, meeting of the heads of the African countries. He had to cut short, and he came yesterday, and I watched his statement. And today there was a meeting of all the 193 countries in the General Assembly to know their views. One thing I have to mention particularly is all the 193 countries have signed to the UN Charter. And it's very important for all of us to know what contains in the UN Charter, how to solve disputes. And I just want to read Article 2 of the UN Charter, which all countries have signed when they joined the UN. Article 2, para 3 and 4. Para 3 says, all members shall settle their international dispute by peaceful means in such a manner that international peace and security and justice are not endangered. And then coming to paragraph 4, it says, all members shall refrain in their international relations from the threat or use of force against the territorial integrity or political independence of any state or in any other manner inconsistent with the purposes of the United Nations. This is the
this is contained in the UN Charter, and all countries are to abide by when they become members, they have to abide by the principles of the UN Charter. But and I must say that Russia has declared two provinces as states. Yeah. There's no what do you call it is unprecedented in history. No country can declare of another country, what do you call establish states. So it is a violation of the UN Charter. The Secretary General has said it very clearly, and even today, in the General Assembly meeting of the member states, I have been listening very carefully to all the statements, and I must say most of them said that it is a violation അങ്ങനെയുള്ള of the UN Charter. വയലേറ്റേഴ്സിന് എന്താണ് പണിഷ്മെന്റ് അവർ കൊടുക്കുക? No, well, the UN's, as you know, approach is to what do you call is to encourage for more diplomatic dialogues to solve the problems, and the Secretary General has opened up his office for assisting in the dialogue. So they have ഈ രണ്ട് രാജ്യങ്ങളും ഇവര് പ്രഖ്യാപിച്ച ഈ രണ്ട് രാജ്യങ്ങളും അത് വാസ്തവത്തിൽ ഒരു രാജ്യമാകാൻ അർഹതയുള്ള സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രാജ്യങ്ങളാണോ അത്? അതിന് മാത്രമുള്ള ഒരു വലിയ ഒരു പ്രവിശ്യയാണോ ഇത്? ഇതിപ്പം നമ്മുടെ കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ അത്ര വലിപ്പമേ ഉള്ളൂ, അത്രയും ജനസംഖ്യയേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രണ്ട് പ്രദേശങ്ങളെ, രണ്ട് പ്രവിശ്യകളെ പിന്നെ ഒരു രാജ്യമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചാൽ അത് എത്ര കണ്ട് സസ്റ്റെയിൻ ചെയ്യും മറ്റുള്ളവരെ അംഗീകരിക്കപ്പെട്ട പ്രശ്നം എന്ന് തോന്നുന്നു. ജോർജ്, എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ രണ്ട് പ്രവിശ്യയിലും റഷ്യൻ പോപ്പുലേഷൻ സിഗ്നിഫിക്കന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവരൊരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു ക്രൈസിസിൽ നിന്ന് ഫിഷിംഗ് ഇൻ ദ ട്രബിൾ വാട്ടർ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ക്രൈസിസിൽ നിന്ന് മുതലെടുക്കായിരുന്നു റഷ്യ. തീർച്ചയായിട്ടും. ഈ പിന്നെ അതെ ജോർജ് അബ്രഹാം അതേപറ്റി സംസാരിക്കാൻ. അല്ല, അതിപ്പോ കോസോവോ എങ്ങനെയാണ് ഉണ്ടായത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഈ കൺട്രീസൊക്കെ ദേ ഹാവ് ദെയർ ഓൺ ഇൻട്രസ്റ്റ്, അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ജിയോ പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിലാണ്. അതായത് റഷ്യയുടെ ആ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ അവർ ത്രെറ്റൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇതിനെ ഒരു ഇത്രയും ഈ സംഗതികൾ മോശമാകാനായിട്ടുള്ള ഒരു കാരണമായി പറയുന്നത്. എന്നാൽ ഇപ്പോൾ പുടിൻ പറഞ്ഞ അനുസരിച്ച് ഇറ്റ്സ് മച്ച് മോർ ദാൻ ദാറ്റ്. മേ ബി ഹി ഈസ് ഡ്രീമിങ് ഓഫ് ദി ഓൾഡ് സോവിയറ്റ് യൂണിയൻ, ബട്ട് ദാറ്റ് മേ നോട്ട് ബി പോസിബിൾ എനിവേ. ആസ് യു നോ, നേറ്റോയിൽ ബാക്കിയുള്ള അനേക കൺട്രീസ് മെമ്പേഴ്സാണ്, ആൻഡ് ഓഫ് കോഴ്സ് ദേ ആർ സപ്പോർട്ടഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സോ that's not going to be a dream he can accomplish. പക്ഷേ ഇന്നത്തെ നിലവാരത്തിൽ ഇത് തീർച്ചയായിട്ടും എബ്രഹാം പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ദി ഇന്റർനാഷണൽ ലോ ആൻഡ് ഓർഡർ. ഇന്ത്യ ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്ത പോലെയാണോ? Right. I think we did that too. You're right. So there are precedents there. പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഓതറൈസേഷൻ ഒന്നും ഇല്ലാതെ തന്നെ കൺട്രീസ് ഇപ്പം യു കുഡ് സീ ദാറ്റ് ലിബിയയിൽ US-ഉം യൂറോപ്പും കൂടി ഇൻവോൾവ് ചെയ്ത് they really changed the regime. And Iraq-ൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഇനിഷ്യേറ്റീവിൽ they changed the regime. So these things have happened during our lifetime. So one thing I want to, but it is definitely a violation of the international law and order. One thing I want to add also. Having been at the UN, I have occasion to travel on missions to a number of countries. But I must say that most of these countries that has emerged after the after the Soviet Union was dissolved, they aspire for democracy, freedom of speech. They are hungry for free expression. And they don't want any secret government secret agencies to follow them, to
closely observe them in what they do and all those kind of things. So they want, they are aspiring. They are aspiring for freedom. They want. Yeah, We have to yeah, ഇവിടെ understand ഒരു this when ഒരു we talk കാര്യമുള്ള to. ജോർജ് ജോസഫ് For example, when I was in yeah, Kazakhstan, the driver who took me, driver, of course, the government, Kazakhstan, after the conference, it was the landlocked UN landlocked countries meeting. So when I was in Almaty, Kazakhstan, so the government arranged for me for sightseeing after that. So the driver was telling me that, you know, uh, always the secret, what do you call, agency of the government is observing him, his family, So there is a constant fear in them. yeah, All of you should understand this. There's constant fear in them, and they want to yeah, be free like any other people. yeah, And human yeah, yeah, rights should not be കാരണം അവരെ violated. അതിന് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം റഷ്യയുടെ ചരിത്രം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലേ നെപ്പോളിയന്റെ കാലം മുതലേ എത്രയോ പേരായി റഷ്യ ഇൻവേഡ് ചെയ്തിട്ടുണ്ട്, കീഴടക്കിയിട്ടുണ്ട്, ഭരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ സ്വതന്ത്രമായി വന്ന ഞാൻ ഈ അടുത്തയിടെ റഷ്യ ഒന്ന് സന്ദർശിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഈ നാഷണലിസ്റ്റ് ഒരു ഒരു ഫീവർ എന്ന് വേണം പറയാൻ, ഭയങ്കര രൂക്ഷമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ പുറ്റിന്റെ പ്രസംഗത്തിലും നാഷണലിസ്റ്റ് ചിന്താഗതി കൂടുതൽ പ്രഷർ ചെയ്ത് കുത്തിപ്പൊക്കുന്നത്. പക്ഷെ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, ആദ്യം ജോർജ് ജോസഫ് ചോദിച്ചു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഏതൊക്കെ രാജ്യമാണ് ചേരി തിരിഞ്ഞ് ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്ത് മാറുന്ന നോക്കണം. ഇവിടെയുള്ള നേറ്റോയുടെ സഖ്യകക്ഷികളിൽ തന്നെ ഇപ്പോൾ ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതിനകത്ത് വലിയ താല്പര്യമില്ല. എന്നാൽ ചൈനയെ പോലുള്ള ഒരു മഹാശക്തി ഇവർ പണ്ട് ശത്രുക്കളാരെന്ന് ഓർക്കണം. എന്നിട്ട് അതെല്ലാം മറന്ന് ഇപ്പോൾ അവരോട് ഒന്നിച്ചു കൂടി നിൽക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ, പാകിസ്ഥാൻ വലിയ സിഗ്നിഫിക്കൻ്റ് ശക്തിയൊന്നും അല്ലെങ്കിൽ പോലും മുതലെടുക്കാൻ വേണ്ടി അതിൻ്റെ പ്രൈം മിനിസ്റ്റർ ഇന്നലെ പോയി ശ്രീ പുടിനെ കണ്ട് ചർച്ച നടത്തി. ഇന്ത്യ എവിടെ നിൽക്കുന്നു, ഇന്ത്യ ഇതെങ്ങനെ ബാധിക്കും, ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്, അതുകൂടെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അമേരിക്കയെ പിളക്കാൻ പറ്റിയല്ല, റഷ്യയും പിളക്കാൻ പറ്റിയല്ല. കാരണം റഷ്യ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് റഷ്യ. പക്ഷേ അമേരിക്ക നമ്മുടെ ഒരു എമർജിങ്, പണ്ടും സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഇപ്പം നമുക്ക് കൈവിട്ട് കളയാൻ പറ്റാത്ത അത്ര സൗഹൃദ ബന്ധത്തിലേക്കാണ് അമേരിക്കയുമായിട്ട് പോകുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ അമേരിക്ക ഇപ്പം ഈ റഷ്യ ആക്രമണം വ്യാപിപ്പിച്ചാല് ഈ സൈന്യത്തെ ഒന്നും അയക്കുകയില്ല, പക്ഷേ സാമ്പത്തിക ഉപരോധം നടത്തുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാമ്പത്തിക ഉപരോധം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഇന്ത്യക്കാരനാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ദലീപ് സിംഗ്, നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസ്മാൻ ദലീപ് സിംഗ് സൗണ്ടിന്റെ ഗ്രേറ്റ് നെഫ്യൂ ആണ്. അപ്പൊ നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് ഫോർ ഇന്റർനാഷണൽ എക്കണോമിക്സ്. അപ്പൊ അദ്ദേഹമാണ് അതിന്റെ ചാർജ് വഹിക്കുന്നത്. അപ്പം റഷ്യയെ ക്രിപ്പിൾ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ റഷ്യൻ ബാങ്കിങ് സിസ്റ്റവും സാമ്പത്തിക സിസ്റ്റവും എല്ലാം തകർന്നടിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എത്ര കണ്ട് സത്യമായിരിക്കും എന്നാണ് ശ്രീ എബ്രഹാം ജോസഫ് കരുതുന്നത്? ദ എക്കണോമിക് one thing I want to mention also is that if you have time, please try to read the statement of Indian ambassador to the UN, Trimurti, which he delivered at the Security Council yesterday. So you can see, how India has been able to balance, in its tradition, like a non-aligned country, its statement. If you Google, you can get that information. This is what I would like to also mention. As you rightly said, we cannot offend either countries, and especially India is aspiring to become the Security Council member. So, either of them can use the veto power, So we have to, keep them in good books. What's your question once more? I'm sorry. Excuse me. What's your question? Yeah, about the economic sanctions, how will it affect Russia? Whether it will cripple Russia or not?
Well, what Russia, have already prepared everything. You know, it has Yeah. it has prepared all the necessary inventory. It's not just jumping. It has what do you call prepared everything, and then that is so that its economy does not get affected. Yeah. Well, of Yeah. course, Yeah. in the Actually. that is in the short term, but in the medium term to long term, there is going to be an impact. The Yeah. these gas pipeline. You know, Yeah. Nord uh, Stream. Yeah. yeah, because 40% of the gas to Europe is supplied by Ukraine. I'm sorry, Russia. Supplied by Russia. So Germany has already stated that it will not fulfill that agreement if uh, Yeah. things worsen. So അങ്ങനെ ഒരു and സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, നിർബന്ധമായിട്ട് ഏർപ്പെടുത്തിയാൽ അവർ അതിന്റെ വാൽ അടക്കുകയല്ലേ? Yeah. തീർച്ചയായിട്ടും അത് well, യൂറോപ്പിനെയും കഴിഞ്ഞ ബാധിക്കുന്നത്. കഴിഞ്ഞ ജർമ്മനി. സാങ്ഷൻസ് കഴിഞ്ഞ സാങ്ഷൻസ് ഒന്നും അത്ര എഫക്റ്റീവായിട്ട് വേൾഡ് കണ്ടിട്ടില്ല. സി കാരണം ഇറാനെ പോലുള്ള ഒരു ചെറിയ രാജ്യത്തൊക്കെ ഒക്കെ സാങ്ഷൻ കൊടുക്കുന്ന പോലെ റഷ്യക്ക് സാങ്ഷൻ കൊടുത്തിട്ട് ചോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. well, അല്ല, Yeah. വേറൊരു financially, ചേഞ്ചിങ് ഒരു ചേഞ്ചിങ് financially, ഡൈനാമിക്സ് that's it. നമ്മൾ Yeah, ഒരു ചേഞ്ചിങ് ഡൈനാമിക്സ് financially. കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പ്രത്യേകിച്ച് ചൈന ഈസ് റിയലി എ ഗ്രോയിങ് പവർ നൗ. Yeah. Who knows, in the നമുക്ക് near ഈ future, they could even overtake Russia, I mean, United States as, the biggest economic power. In that case, yeah. ഈ അല്ല, സാങ്ഷൻ ഇത് റഷ്യം ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അത് എന്തുമാത്രം എഫക്റ്റീവ് ആയിരിക്കും ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. yeah. വേറൊന്നും എന്നാന്ന് ഇപ്പോ പറഞ്ഞാൽ ഈ ഈ ഇപ്പോഴത്തെ ഒരു അടിയന്തര കാര്യം ഈ റഷ്യ പിന്നെ റഷ്യയുമായിട്ടുള്ള യുദ്ധവും റഷ്യയുമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് ഇപ്പൊ അമേരിക്കയിൽ പെട്ടെന്ന് ഗ്യാസ് പ്രൈസസ് കൂടുന്നത്. ഇപ്പൊ നമുക്കറിയാം, പിന്നെ കാലിഫോർണിയയില് പിന്നെ 4.25 മറ്റോ ആയി പിന്നെ ഗ്യാസിന്റെ വില. അപ്പൊ പിന്നെ ന്യൂയോർക്കിലൊക്കെ $4 അടുത്തിരിക്കുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ ഗ്യാസിന്റെ വില എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ബാധിക്കുന്ന കാര്യമാണ്. അത് ഈ റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ? നമുക്ക് അമേരിക്കയിൽ ഇഷ്ടം പോലെ ഗ്യാസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഗ്യാസ് എല്ലാം എവിടെ പോയി? ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? Why it happened like that? Well, if you US are has asked, go ahead, US go has ahead. enough US has enough of gas. They're still not, explode, especially from Canada. That pipeline that was to Yeah. be constructed to North Dakota. Yeah. It has not been implemented at all. So the thing is that it won't affect very much United States. Of course, there will be spike in food prices also. It's not alone. Yeah. This is I should say, this is in the short term. You know, in the short term, there will be spike or the fuel price as well as the food prices also would be affected, and also there will be volatility in the stock market in 2022. So and also there will be supply disruptions, you know and because of this economic sanctions, if they become more severe. So these are the effects in the Yeah. coming months if there is a crisis. So അല്ല, we. ഇതിനകത്ത് ഈ അല്ല, എക്കണോമിക് സാങ്ഷൻ സിവിയർ ആയി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു ട്രേഡിംഗ് എംബാർഗോ ഏർപ്പെടുത്തി എന്നിരിക്കട്ടെ, UN തന്നെ വേണമെങ്കിൽ. അങ്ങനെ വന്നാലും ചൈന അതനുസരിക്കുന്നില്ലെങ്കിൽ, കാരണം ഇന്ന് ചൈന സൂപ്പർ പവറായിട്ട് വളർന്നു കഴിഞ്ഞാൽ അവർക്ക് അത് വലിയൊരു മാർക്കറ്റാണ്, അവരത് എംബാർഗോ അനുസരിക്കുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അമേരിക്ക ചൈനയോടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് വ്യത്യാസം വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? Well, I must say that Russia, if they are selling price, I mean, what do you call, for one barrel of oil at $90 or $95, and if there is sanctions, China is ready to accept it. So they will say that, well, if it is for $50, we are ready to take Yes. as many quantities. Do you understand? So Right. there is some Yeah. understanding between them. So Yeah. yeah. So this recently Putin was in Beijing,
and there was a meeting between Xi Jinping and Putin. And prior to that, also they have been so they have a common understanding. So it may not affect uh, so much, but as relating to borrowing from the what do you call Western banks, because Russia has been borrowing from the Western banks for their investments and all that, so that will be choked. You know, that will be one of the very serious impact for their investments in Russia, because they were getting നമുക്ക് what do you call യാ To ഇത് answer നമ്മളെയും ജോസഫിന്റെ ആ ക്വസ്റ്റൻ ഒന്ന്, എസ്പെഷ്യലി ആ എനർജി സെൽഫ് സഫിഷ്യൻസിയുടെ കാര്യം, പിന്നെ ജസ്റ്റ് വാണ്ട് ടു ആഡ് എ പോയിന്റ്. അത് ശരിയാണ്. ഇവിടെ തന്നെ അമേരിക്ക എനർജി സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കാൻ കഴിവുള്ള രാജ്യമാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഫോസിൽ ഫ്യൂവൽ റിസർവ്സ് ധാരാളമുണ്ട്, കോൾ സപ്ലൈ ധാരാളമുണ്ട്. പക്ഷേ ഇവിടെ തന്നെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്. എൻവയൺമെന്റലിസം, അതായത് ഗ്രീൻ ന്യൂ എനർജി അഡ്വക്കേറ്റ്സും ട്രഡീഷണൽ എനർജി സോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് തമ്മിൽ. അന്നേരം അത് മാത്രം തന്നെ പറ്റിയിരിക്കുന്നത് അമേരിക്കയിലുള്ള എനർജിയുടെ ക്വാണ്ടിറ്റി അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും റഷ്യയുടെ വാറ് ഈ എനർജി സപ്ലൈ, പ്രത്യേകിച്ച് ഫോസിൽ ഫ്യൂൽ സപ്ലൈ അഫക്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ യാതൊരു സംശയവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും price will go up. Oil price, energy prices, when they go up, everything else will be affected as well. So, here, George, when the price goes up in America, as you know very well, that the people get enraged, angry, and യാ so they have to stand for elections. They have to stand for elections. So the yeah. public will put pressure, will pull pressure on the politicians. You know, so they know very well that they should not anger the public. Otherwise, they are not going to be elected. But there is also another angle to it. There is also another angle to it. That is, the green energy advocates believe that a fossil fuel energy or a certain level ചെന്നെങ്കിൽ മാത്രമേ ഈ green energy competitive ആകത്തുള്ളൂ. So there is a segment of the people who really believe that let it go up in order to make green energy a feasible thing. So അങ്ങനെ ഒരു ആംഗിൾ കൂടി ഇവിടെ ഉണ്ട്. അത് ഓഫ് കോഴ്സ് ദാറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദിസ് whole Russian Ukraine crisis, യാ but it's yeah, also there. യാ yeah. അങ്ങനെ ഇതിപ്പോ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് There was എനർജി എടുക്കുന്ന പറഞ്ഞോളൂ. ചിന്തിച്ച് there was this Glasgow ചിന്തിച്ച് summit. There was this Glasgow summit, last year, the climate change summit. So there, the യാ decision was not to make the what you call the fuel energy to zero. It is to have a mix of the യാ various energy. യാ യാ Alternative source of energy like solar, wind, and then also fuel. So there is a proportion. The proportion is such that they do not increase the CO2 and also methane into the air. Of course, methane is more dangerous than CO2, but the methane level right now in the atmosphere is less than 10%. About 80% is CO2 in the atmosphere right now, which is creating all these climatic changes. I know, നമ്മൾ but at the end ചിന്തിക്കുമ്പോൾ of the day, the ഈ റഷ്യ consumer will have to foot the bill. യാ ഈ And ബാറ്ററി it's going to affect അല്ല especially India a whole ഇന്ന് lot because we യാ import energy ഇന്നിപ്പോ and ഒരു we have to pay more. ഒരു ആർട്ടിക്കിളിൽ വായിച്ചത് ഈ ഫോസിൽ ഫ്യൂവൽ വേണ്ട, പക്ഷേ നമ്മൾ ബാറ്ററി ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ഈ ബാറ്ററി ഉണ്ടാക്കാൻ അതിനും വേണം ഈ ലിത്യവും അതുപോലെയുള്ള സാധനങ്ങൾ. അപ്പൊ അതും പരിസ്ഥിതിയെ ബാധിക്കും, അതും മൊത്തത്തിൽ പ്രശ്നമായി തീരും. അപ്പം ചുരുക്കി പറഞ്ഞാല് അതിനൊരു ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു ആത്യന്തികമായിട്ട് അത് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരു വിജയകരമായ ഒരു കാര്യമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിവേ അത് അതിനു മുമ്പ് ശരിയാണ്. അത് ശരിയാണ്. അത് തന്നെയല്ല, അത് ഡിസ്പോസ് ചെയ്യുന്നുണ്ടല്ലോ, ദാറ്റ് വിൽ ഓൾസോ ബിക്കം ആൻ എൻവയൺമെന്റൽ ഇഷ്യൂ. നമ്പർ 1. നമ്പർ 2, മൊത്തത്തിൽ ഈ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ വിച്ച് കൺട്രി ഈസ് ഗോയിങ് ടു പ്രൊഡ്യൂസ് ദം? You can imagine China will ചൈനയാണ് become the പ്രൊഡ്യൂസ് biggest ചെയ്യുന്നത്. producers of യാ these batteries. And again, America, with all these natural resources here, especially in fossil fuel, will be really at a disadvantage.
and also ഈ for your ക്രൈസിസിന്റെ information, ഈ നമുക്ക് also for your, റഷ്യയിലേക്ക് തിരിച്ചു വരാം. റഷ്യയിലേക്ക് അല്ല no, തിരിച്ചു just വരാം. one. I want to mention something also. Please keep in mind that that the coal-fired and projects for energy, that is the most dangerous. That creates more CO2 in the atmosphere. Coal-fired energy projects, Yeah. and China is the major emitter of the CO2 through this coal-fired energy. You know, the second അല്ല largest ജോർജ്, emitter ഈ is India. Second ഈ largest ക്രൈസിസ് emitter. സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാല് ഈ Yeah. റഷ്യയുടെ that വളരെ is the ക്ലോസ് ആയിട്ട് argument. കിടക്കുന്ന യൂറോപ്യൻ കൺട്രീസ്, അതായത് ഈ ഫിൻലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് വെറും 400 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ന്യൂയോർക്കിൽ നിന്ന് വാഷിംഗ്ടൺ പോകുന്ന ദൂരമേ ഉള്ളൂ. അതുണ്ട്, സ്വീഡൻ ഉണ്ട്, അതുപോലെ തന്നെ തൊട്ടിപ്പുറത്താണ് പോളണ്ട്, റുമേനിയ, മാൽഡവ, ഇങ്ങനെ പല കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഒത്തിരി കിടപ്പുണ്ട്. അവരെല്ലാം ചോക്ക് ചെയ്യത്തില്ല ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായ, ഒരു ട്രേഡ് എംബാർഗോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താവും എന്ന് ആലോചിച്ചു. Well, അതിന് പുറമെ ഈ European. റഷ്യയാണോ സത്യത്തില് നമ്മളൊരു റീതിങ്കിങ്ങിന്റെ കാലമായില്ലേ? റഷ്യയാണോ ഇപ്പോൾ അമേരിക്കയുടെ ഒരു മുഖ്യ ശത്രു? കാരണം ഈ ജോർജ് എബ്രഹാം എഴുതിയ ആർട്ടിക്കിളിൽ തന്നെ പിന്നെ മനസ്സിലാവുന്നത് ഈ റഷ്യയുടെ പെർ ക്യാപിറ്റ ഇൻകം ഈ ടെക്സസിലുള്ളവരുടെ പെർ ക്യാപിറ്റ ഇൻകത്തേക്കാൾ അതിന്റെ പകുതിയോ മറ്റേ ഉള്ളൂ എന്ന്. അപ്പൊ അത്രയാണ് സ്ഥിതിയെങ്കിൽ അവർക്ക് അമേരിക്കയുമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ്, ഒരു ശേഷി, ഒരു മുഖ്യ ശത്രുവായിട്ട് അമേരിക്കയ്ക്ക് കാണാൻ പറ്റുമോ റഷ്യയെ എക്കാലവും? ഇപ്പൊ നമുക്കറിയാം പകുതിയല്ല 6-1 മാത്രമേ ഉള്ളൂ. അത് വാസ്തവത്തിൽ 6 അതാണ് മാത്രമേ ഒരു ഉള്ളൂ. ഏറ്റവും വൺ ഓഫ് ദി relevant questions I think Americans should really pay some attention to. That is Russia is really our biggest enemy at this point? You know, it's truly relevant to ask. പക്ഷേ ഇതിൽ നിന്ന് ശരിക്കും റഷ്യ മുതലെടുക്കുന്നത് മുഖ്യ ചൈനയാണ്. റഷ്യ മുഖ്യ ശത്രു അല്ലെങ്കിലും ഈ റഷ്യ the nuclear arsenal, they are a threat to security എന്ന് പറയുന്നത് സംശയം. അല്ല പക്ഷെ റഷ്യ ഇന്ന് മുഖ്യ ശത്രു തീർച്ചയായിട്ടും അല്ലായിരിക്കാം. ചൈനയാണ് ബിഗസ്റ്റ് ത്രെറ്റ്. ഈ പുടിൻ, കാരണം പുടിൻ നമുക്കറിയാം ഇപ്പം അമേരിക്കയിൽ 4 പ്രസിഡന്റുമാർ മാറി പുടിൻ അവിടെ ഇരിക്കാൻ തുടങ്ങിയ പിന്നെ. അപ്പൊ ജനാധിപത്യം ഇല്ലാത്തതും ഒരു പ്രശ്നമാണ്. ഒരു രാജ്യത്തിൽ ജനാധിപത്യം ഇല്ലെങ്കിൽ അത് മറ്റെല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഏകാധിപത്യ രാജ്യങ്ങൾക്ക് അവർക്ക് ഇഷ്ടംപോലെ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും ഒരൊറ്റ വ്യക്തിക്ക്. നേരെ മറിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തിൽ അതിന് സിസ്റ്റം ഉണ്ട്. ഒരാൾക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു അല്ല ജോർജ്, അവിടെ ഒന്നും സ്വേച്ഛാധിപത്യം ആയിരുന്നല്ലോ. അവിടെ ഒന്നും സ്വേച്ഛാധിപത്യം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 1917 ബോൾഷെവിക് റവല്യൂഷൻ വന്നിട്ട് അവര് ജനാധിപത്യം ഉണ്ടാക്കാന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്തു? അവര് തന്നെ സ്വേച്ഛാധിപതികളായിട്ട് ഭരിച്ചു. അതുപോ പണ്ട് മുതലേ ഉള്ളതാ അത്. അല്ല അതെ അത് ശരിയാണ്. റഷ്യയുടെ ക്യാരക്ടർ തന്നെ അതാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ പോലും അവർ ആ ജനാധിപത്യത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ അമേരിക്ക ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ അമേരിക്കൻ ഡെമോക്രസിയെ സെലക്റ്റീവ് ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സൗദി അറേബ്യ ഡെമോക്രസി ഒന്നും അല്ലല്ലോ. ബട്ട് ഇറ്റ്സ് എ ക്ലോസ് ആലായി അല്ലേ? സോ അന്നേരം ഈ ഉക്രൈനെ തന്നെ പറയുന്നത്, ഉക്രൈൻ ഈ അടുത്ത സമയത്ത് മീഡിയയെ സ്റ്റോപ്പ് ചെയ്തു, ഓപ്പോസിഷൻ ലീഡറെ അറസ്റ്റ് ചെയ്തു. There are situations there also which really contrary to the democratic values. അത് മാത്രമല്ല ഇപ്പം ഉക്രൈനിയ എന്തിനാണ് ഇപ്പം ഇത്ര പെട്ടെന്ന് നാറ്റോയിൽ ചേരുന്നത്? ഇപ്പം ഇവർക്ക് ഈ നാറ്റോയിൽ ചേരാതിരുന്നാൽ എന്തായിരുന്നു ഇപ്പം അവരുടെ പ്രശ്നം? ഇത്ര അടിയന്തരമായിട്ട് ഈ യുക്രൈനിയ പിന്നെ അമേരിക്കയിൽ ചേരാനുള്ള ഒരു താല്പര്യം, ഈ നാറ്റോയിൽ ചേരാനുള്ള ഒരു താല്പര്യം, അത് അമേരിക്കയുടെ താല്പര്യം. വാസ്തവത്തിൽ ഇതിന്റെ ബേസിക് റീസൺ അതായിരിക്കാം. തീർച്ചയായും ഇത്രയും ഇത് ഇൻഫ്ലെയിം ചെയ്യാനുള്ള കാരണം അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അനേക നാളുകളായിട്ട് ഈ ഓപ്പൺ ഡോർ പോളിസി, അതായത് അമേരിക്കയും നേറ്റോ അലൈസും ഉക്രൈനും ജോർജിയയും ഒന്നും ഇതിൽ ചേരില്ല എന്ന് അവർ പറയില്ല. അതായത് they say that no, we cannot say it because there is an open door policy. If countries would like to join, we cannot say no. ആ ഒരു പോളിസിയാണ് വാസ്തവത്തിൽ ഇത്രയും ക്രൈസിസിലേക്ക് കൊണ്ടുവന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, നമ്മളിപ്പം യുക്രൈൻ നേറ്റോയിൽ ചേരുന്നതിന് കംപ്ലൈന്റ് ചെയ്യുന്ന നമ്മൾ ഇച്ചിരി പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിസൈൽ ക്രൈസിസ് വന്നപ്പോ കെന്നഡി അത് അനുവദിച്ചു കൊടുത്തില്ലല്ലോ. അതുപോലെ ഇപ്പം ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, ഈ ചൈനീസ് ഇൻഫ്ലുവൻസ്. പക്ഷെ ഇന്ത്യ മിണ്ടാതിരിക്കുന്നു. അതുപോലെ ഇപ്പൊ എല്ലാരും മിണ്ടാതിരിക്കത്തില്ല. അല്ല നേപ്പാളോ അല്ലെ ശ്രീലങ്കയോ അമേരിക്കയുടെ നെയ്ബർഹുഡിൽ അമേരിക്ക അലവ് ചെയ്യത്തില്ല. അത് അറിയാമല്ലോ. മെക്സിക്കോയിലോ കാനഡയിലോ
ഒരു ത്രെറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അമേരിക്ക വിൽ നോട്ട് ടോളറേറ്റ് ദാറ്റ്. സോ അത് തന്നെയല്ല ഡെഫിനറ്റ്ലി റഷ്യ അന്നേരം ചെയ്യുന്നത്. ഇതിപ്പോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതായത് അവരവരുടെ ആ നെയ്ബർഹുഡ് അല്ലെങ്കിൽ അവരുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ്, ആ ഇൻഫ്ലുവൻസ് അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള ഇപ്പോഴത്തെ ഒരു ബേസ് ഫണ്ടമെന്റൽ ഇഷ്യൂ ഓൾസോ. തീർച്ചയായിട്ടും. എന്തായാലും ഇതിൽ നമ്മൾ ഇന്ത്യക്കാർ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ നമ്മുടെ ഒരു നിലപാട് എന്തായിരിക്കണം? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? വാട്ട് ഷുഡ് വി ഡു ഓർ ഡു നോട്ട് ഡു? നമ്മൾ എന്ത് ചെയ്യണം അല്ലെ ചെയ്യാതിരിക്കണം? നമുക്ക് ഈ രാജ്യത്ത് നമ്മളെ ആളുകൾ ജീവിക്കുമ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജോർജ്. കാരണം ഈ രാജ്യത്ത് ജീവിക്കുമ്പം രാജ്യത്തിന്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ലോക പോലീസ് ചമഞ്ഞിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാം പോയി തലയിട്ടു. അവിടുന്ന് താലി ഊരിക്കൊണ്ടുവരാൻ എന്തോരം ബുദ്ധിമുട്ടി. ഒത്തിരി പേരുടെ ജീവഹാനി ഉണ്ടായി. അതുപോലെ എത്രയോ കോടി 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 കണക്കിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടമായി. അതൊക്കെ ചെയ്യുന്ന അതിന്റെ ഒരു റെപ്യൂട്ടേഷൻ പോലെ ഇതും ചെന്ന് അവസാനിക്കുമെന്നുള്ള ഒരു പേടിയാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ, നമ്മുടെ അടുത്ത തലമുറയെ എല്ലാവരെയും ബാധിക്കും. അത് കാരണം അങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ സെറ്റപ്പ് തന്നെ. അത് വറി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഐ സപ്പോർട്ട് ദാറ്റ്. ബാബു പറഞ്ഞ കറക്റ്റ് ആണ്. അതായത് നമ്മൾ ഇവിടെ എസ്പെഷ്യലി US സിറ്റിസൺസ് ആയിട്ടുള്ള അവരാണ് മിക്കവാറും നമ്മുടെ ഇന്ത്യൻസ് ഇവിടെ ഉള്ളവരെ ആളുകൾ. അന്നേരം അമേരിക്കൻ ഇൻട്രസ്റ്റ് ആണ് തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിലുള്ളത്. അന്നേരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാകേണ്ടത് അമേരിക്ക ഒരു റിയലിസ്റ്റിക് പോളിസി, ഫോറിൻ പോളിസി സെറ്റ് ചെയ്യാനായിട്ടാണ് അവർ ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ എല്ലായിടത്തും പോയി ഇൻവോൾവ് ചെയ്യുകയും എല്ലായിടത്തും വാർ ക്രിയേറ്റ് ചെയ്യുകയും ഇവിടെ ഒരു ലോബി ഇങ്ങനെ വാഷിങ്ടണിൽ പെർമനൻ്റ് ആയിട്ട് ഈ ഇൻഫമസ് വാഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കുന്നതായിട്ടൊരു തോന്നലാണ് നമുക്കിപ്പോൾ ഉള്ളത്. ദാറ്റ് വിൽ റിയലി ലീഡ് ടു മോർ ക്രൈസിസ്. അത് തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാം ജീവിതത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. അങ്ങനെയുള്ളപ്പം തീർച്ചയായിട്ടും വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ്? US ഷുഡ് റിയലി ഹാവ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, പക്ഷേ ദാറ്റ് ഷുഡ് ബി വിത്തിൻ എ ലിമിറ്റഡ് സ്കോപ്പ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഇപ്പൊ ജോർജ്, നമ്മുടെ രണ്ടാം ലോകയുദ്ധം നടന്നപ്പോൾ ടെക്നോളജി ഇത്രയും വളർന്നിട്ടില്ലല്ലോ. ഇവിടുന്ന് മണിക്കൂറുകൾ പറഞ്ഞു എന്നിട്ടാണ് അവിടെ കൊണ്ട് ബോംബിട്ടേച്ച് വന്നത്. ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല. അവിടെ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടോ അല്ലെ ഇവിടുന്ന് ബട്ടൺ ഞെക്കിയാൽ അങ്ങോട്ടോ പോകുന്നതിന് അധികം സമയം വേണ്ട. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സീരിയസ് ക്രൈസിസിലേക്ക് മൂവ് ചെയ്യാൻ രണ്ട് നേതാക്കളും താല്പര്യപ്പെടുമോ എന്നുള്ളതും നമ്മൾ സംശയിക്കാം. Well, and for this, UN has been working. There's a meeting of the disarmament annual conference of all the member states, and they discuss and come to agreement how to, contain without creating what you call confrontation. Even for outer space, there is a UN meeting annually to review what you call how cooperation could be done in outer space also. So the thing is that UN is playing a very important role in sensitizing the member states. And then also it's not only sensitizing, just 1 second. They're not only sensitizing, the UN is monitoring things going on in outer space and also on disarmament issues. If you Google UN disarmament, you can see the decisions taken by all countries together relating to disarmament and also relating to outer space, competition and so on. പക്ഷേ യുഎന്നിന്റെ ഒരു റെലവൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഈയിടയ്ക്കായിട്ടൊക്കെ തോന്നുന്നത്. ഇങ്ങനെയുള്ള ക്രൈസിസിലൊന്നും യുഎന്നിന് ഒരു കാര്യത്തിലും എഫക്ട് കഴിഞ്ഞിട്ടില്ല. See, let me also say that if UN was not there, there would have already been a third world war. Do you understand? There would have already been a third world war if the UN was not existent. Because UN is there. So far, there have been conflicts, some what you call between countries, or maybe in some region there's some conflict, but it did not turn out to be a third world war. If UN was not there, there would have been a third world war. There would have been a third world war. ശ്രീ ജോസഫ് പറയുന്ന ഒരു കാര്യത്തില് ഞാൻ ഉണ്ട്. കാരണം ഈ അമേരിക്ക അന്ന് വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇറാഖിൽ കിട്ടുമെന്നും പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അവിടുന്ന് ഇത്രയും കോലാഹലം ഉണ്ടാക്കി മിഡിൽ ഈസ്റ്റ് മൊത്തം നശിച്ച് പോയി. ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറി.
എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടായി. എന്നിട്ട് UN എന്ത് പണിഷ്മെന്റ് അവിടുത്തെ ഇപ്പൊ പറയുന്നു അങ്ങനെ ഒരു വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. റോങ് ഇന്റലിജൻസ് ആയിരുന്നു. എന്നിട്ട് UN എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ചില തൽപര കക്ഷികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് UN പലപ്പോഴും ചേരി തിരിയുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആമേ റൈറ്റ് ഓർ നോട്ട്? അല്ല തന്നെയല്ല അല്ല ഇതിനകത്ത് വേറെ ഇഷ്യൂ ഉണ്ട് ബാബു. അതായത് ഈ ഇൻ എ വേ പൊളിറ്റിക്കലി സ്പീക്കിംഗ് UN ഈസ് കൈൻഡ് ഓഫ് എഞ്ചിനീയർഡ് ഇൻ സർട്ടൻ ഏരിയാസ് ടു ഫെയിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ഈ വീറ്റോ പവർ എന്ന് പറയുന്നത് അതൊന്നാണ്. ഇപ്പം തന്നെ റഷ്യൻ ഈ ഉക്രൈനിയൻ സിറ്റുവേഷൻ എടുത്തോളൂ. അത് സെക്യൂരിറ്റി കൗൺസിൽ വന്നാൽ എന്ത് സംഭവിക്കും? റഷ്യ കുഡ് വീറ്റോ ഇറ്റ്. So they cannot make any decision. Okay, so there is in a certain situations UN really is incapable of really Yeah. making Yeah. common decisions. That is why, The structure. George, that is why the discussions are going on for the reform of the Security Council. Yes, It is going on. yes, you're right. We need to reform UN in order to make it more effective. Right now, this is exactly the problem. Tomorrow, if China is going to take over, try to take over Taiwan, the same situation. China has a veto power. So there cannot be any decision made at the Security Council. But when Kuwait was attacked by Iraq, they were all together. They all came together and supported the decision. Then UN became really, that became a very successful operation. So this is where the success in failure. ഇതൊരു നല്ല ഡിസ്കഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ജോർജ് Yeah. മൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരാണ് മരിക്കുന്നതും മനുഷ്യരാണ് പിന്നെ സഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും സഫർ ചെയ്യേണ്ടി വരും. കാരണം മറ്റുള്ളിടത്ത് ഉണ്ടാകുമ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാം വില കൂടിയിരിക്കുന്നു, പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായിരിക്കുന്നു. നാളെ കൂടുതൽ ശക്തിപ്പെടും. നമുക്കൊക്കെ റഷ്യക്കും ദോഷം, നമുക്കും ദോഷം, മറ്റുള്ളവർക്കും ദോഷം അതൊന്നും ഉണ്ടാവാതിരിക്കും. പ്രാർത്ഥിക്കാം, നമുക്ക് പ്രവർത്തിക്കാം. നല്ല സുബുദ്ധി എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പിന്നെ ശ്രീ എബ്രഹാം ജോസഫിനെ പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ വരുന്നത്. മറ്റേ നമ്മൾ സ്ഥിരമായിട്ട് കാണാനും ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളവരാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നവരുമാണ്. നമ്മൾ ഈ മലയാളിയിലും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെ എഴുതുന്നവരുമാണ്. തീർച്ചയായിട്ടും സുപരിചിതരാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഇതിന് തീർച്ചയായിട്ടും നന്ദി. ഗുഡ് നൈറ്റ്. Thank you. Good night. Looking for a pre-owned or new car? Look no further. Come to Toyota City of Mamaroneck or Nissan